രാജ്യത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നതാണ് അനുഭവം. നിരവധി പ്രശ്നങ്ങൾ, വർഗീയമായ പ്രശ്നങ്ങൾ, ആ വർഗീയമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആ വർഗീയ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുന്ന നിലപാടാണ് എടുത്തത്. വർഗീയതയെ ശക്തമായി എതിർക്കുന്ന നിലപാട് പലർക്കും എടുക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ്സിന് മൊത്തത്തിൽ എടുക്കാൻ കഴിഞ്ഞില്ല. ഫലത്തിൽ കോൺഗ്രസ് അണികൾ എന്തായി? വർഗീയതയെ ശക്തമായി എതിർക്കാത്തൊരു വിഭാഗമായി. മെല്ലെ അവർ വർഗീയതയോട് മൃദു സമീപനം സ്വീകരിക്കുന്നവരായി. അടുത്ത ഘട്ടം വർഗീയതയുടെ ഭാഗമായി മാറുന്നവരായി. ഇതല്ലേ രാജ്യത്ത് സംഭവിച്ചത്? ഇപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത കോൺഗ്രസ്സിനുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനഃപരിശോധന, തങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി എന്നൊരു പുനഃപരിശോധന കോൺഗ്രസ്സിനുണ്ടോ? ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എടുത്തു നോക്കൂ. വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്തടിയുന്നവരല്ലേ അവർ? ആ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നവരല്ലേ അവർ? അതിൻ്റെ ഭാഗമായി വെള്ളി ഇഷ്ടിക അയക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ? എന്തെല്ലാം കാഴ്ച ഈ രാജ്യം കണ്ടു. ഏതെല്ലാം തരത്തിലുള്ള കാഴ്ചകൾ. കോൺഗ്രസിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ എടുത്തിട്ടുള്ള നിലപാടുകൾ ആലോചിച്ച് നോക്കൂ. എന്തേ അവർക്ക് വർഗീയ നിലപാടിനെ ശക്തമായി എതിർക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് മതനിരപേക്ഷരുടെ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? സ്വന്തം പ്രദേശങ്ങളും അണികളും ചോരുന്ന കാഴ്ച കണ്ടിട്ടും തിരുത്തലിന് തയ്യാറാകാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് നാം ആലോചിക്കേണ്ട കാര്യം. ഇവിടെ കഴിഞ്ഞൊരു ദിവസം ഒരു പ്രത്യേക പ്രശ്നത്തിൽ ബാബറി മസ്ജിദ് തകർത്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഭാഗം പറയേണ്ടതായി അന്ന് വന്നു. പക്ഷെ ഇന്നും അത് പ്രസക്തമായതുകൊണ്ട് പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലീഗ് സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാധാരണ അവർ ഈ മുസ്ലിമിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നാണല്ലോ അവകാശപ്പെടുക. ബാബറി മസ്ജിദ് എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷയുടെ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ അതേസമയം മുസ്ലിം ജനവിഭാഗത്തിനൊരു മസ്ജിദാണത്. ആ മസ്ജിദാണ് തകർക്കപ്പെട്ടത്. ആ തകർക്കുന്നതിന് എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്ത് എല്ലാ പിന്തുണയും നൽകി അതിനുവേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത കോൺഗ്രസിൻ്റെ കൂടെ ഈ കേരളത്തിൽ മന്ത്രിസഭയിലിരിക്കുകയായിരുന്നു അന്ന് ലീഗ്. സ്വാഭാവികമായും ശക്തമായ എതിർപ്പ് മതനിരപേക്ഷ ചിന്താഗതിക്കാരിലാകെ ഉണ്ടായി. മസ്ജിദ് തങ്ങളുടേതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം വിഭാഗങ്ങളിലും ശക്തമായ എതിർപ്പുണ്ടായി. എല്ലാവരിലും എതിർപ്പുണ്ടായി. മാത്രമല്ല ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോട് പ്രതിഷേധം വേണ്ടതാണ് എന്നും ലീഗിനകത്ത് അഭിപ്രായമുണ്ടായി. പക്ഷേ ലീഗ് അപ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനം മന്ത്രിസ്ഥാനമാണ്. കോൺഗ്രസിനുമായി ചേർന്നുള്ള ആ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ആ മന്ത്രിസ്ഥാനം തുടരാൻ തീരുമാനിച്ചു. ആ ഇടക്ക് നടന്നൊരു സംഭവമാണ് ഞാൻ യാദൃശ്ചികമായി പറയേണ്ടി വന്നത്. ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് ഇതിനെല്ലാം ശേഷമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്.
സ്വാഭാവികമായും മതനിരപേക്ഷ ചിന്താഗതിക്കാരിലെല്ലാം വലിയ രോഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാടിൽ ലീഗ് അണികൾക്കും മുസ്ലിം ബഹുജനങ്ങൾക്കും വലിയ രോഷം. മുസ്ലിം വിഭാഗം എല്ലാവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ വലിയ രോഷം. അപ്പം ആ രോഷം ശമിപ്പിക്കുന്നതിനായി അന്നത്തെ ലീഗിൻ്റെ സമുന്നതനായ നേതാവ്, പ്രസിഡന്റ്, ആദരണീയനായ അന്നത്തെ പാണക്കാട് തങ്ങൾ അവിടെ പോയി, ഒറ്റപ്പാലത്ത് പോയി. ഒറ്റപ്പാലത്ത് ചെന്ന തങ്ങൾ ചെന്നാൽ സാധാരണ ആളുകൾ തടിച്ചുകൂടും. ഈ കാര്യങ്ങൾ കേൾക്കാനും അദ്ദേഹത്തെ തൊടാനും അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാനും എല്ലാമായിട്ട് ആളുകൾ ധാരാളം കൂടിക്കൂടുന്നതാണ്. ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ തങ്ങളൊരു വീട്ടിൽ കയറിയിരുന്നു, ആരുമില്ല. ഇപ്പോൾ ലീഗ് പ്രവർത്തകർ ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ പോയി പറഞ്ഞു, ഇങ്ങനെ തങ്ങൾ വന്നവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം. ആരും പോയില്ല. ഈ ഒരു അനുഭവം ഇത് നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവമാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായെന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവമാണ്. എന്തെങ്കിലും പാഠം ലീഗ് പഠിച്ചോ? അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ പാടില്ലാത്ത നിലപാടിലേക്കല്ലേ അവർ മാറിപ്പോയിക്കൊണ്ടിരുന്നത്? കോൺഗ്രസ്സിന് അധികാരത്തിന് വേണ്ടി വർഗീയതയുടെ കൂടെ ചേരാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. വർഗീയതയുടെ പിന്തുണ വിവിധ ഘട്ടങ്ങളിൽ അവർ സമ്പാദിച്ചിട്ടുണ്ട്. പണ്ട് ജനസംഘമായപ്പോൾ സമ്പാദിച്ചിട്ടുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ സമ്പാദിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കോലീബി സഖ്യം, ഓർമ്മയില്ലേ? വടകര, ബേപ്പൂരൊക്കെ എല്ലാം ചരിത്രമാണല്ലോ. ഞാൻ ഇപ്പോൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞാൽ വളരെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നാടിൻ്റെ ചരിത്രമല്ലേ? എന്തിനായിരുന്നു അത്? ഞങ്ങളെ പരാജയപ്പെടുത്താൻ. വടകരയിലും ബേപ്പൂരും ഞങ്ങളെ പരാജയപ്പെടുത്താൻ കോലീബി സഖ്യം മാത്രമല്ല, മറ്റു ചില സഖ്യങ്ങളും ഉണ്ടാക്കിയല്ലോ. കഴിഞ്ഞോ? പുറത്തായപ്പോൾ ജനങ്ങൾ മുഴുവൻ അണിനിരന്നില്ലേ? ആ അണിനിരന്നത് ലീഗിൻ്റെ അണികളും ഉണ്ടായില്ലേ? പക്ഷെ ആ ഘട്ടത്തിലൊന്നും നമ്മൾ കാണേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ലീഗ് തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അദ്ദേഹമാണ് ലീഗിൻ്റെ പ്രസിഡന്റ്. സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട്. ആ മതസംഘടനകൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും എങ്ങനെയാണ് കാണുന്നത്? അവരാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്ത് താല്പര്യമാണ് അവരുമായി സഹകരിച്ചു പോകാൻ? ഒരു താല്പര്യം മാത്രം, വോട്ട് വേണം. എന്തിന്? ഞങ്ങളെ LDFനെ പരാജയപ്പെടുത്താൻ. അതല്ലേ വസ്തുത.